ഡിസ്ചാർജ് ആയതൊന്നുമല്ല, ചോദിച്ചു വാങ്ങിച്ചതാ. അവിടുത്തെ ബില്ലൊന്നും നമ്മളെ കൊണ്ട് താങ്ങൂല. അതെ, ധനുഷിന് ലീവ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഫസ്റ്റ് ദിവസത്തേക്ക് എന്തായാലും ഉണ്ടാവില്ല. സോ എല്ലാവരും അവരുടെ വർക്ക്സ് ഒന്ന് എടുത്തിട്ട് ഡെലിഗേറ്റ് ചെയ്യുക, എന്നിട്ടെല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്യണേ. അതുപോലെ ധനുഷിയുടെ സാലറി അഡ്വാൻസ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊന്ന് പ്രൊസീഡ് ചെയ്തേക്കും. ഓക്കെ, ധനുഷിക്ക് ലീവ് പൊടിക്കണ്ടാവും. ചേച്ചി അകത്തുണ്ട്. എന്നാ ഡിസ്ചാർജ് ആയേ? ഡിസ്ചാർജ് ആയതൊന്നുമല്ല, ചോദിച്ചു വാങ്ങിച്ചതാ. അവിടുത്തെ ബില്ലൊന്നും നമ്മളെ കൊണ്ട് താങ്ങൂല. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലേന്നോ? എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, അന്നത് അത്ര കാര്യാക്കിയില്ല. ഇപ്പോൾ ഹോസ്പിറ്റൽ ബില്ല് കണ്ടപ്പോഴാണ് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. ഹെൽത്തി ആയിരിക്കുമ്പോൾ നമ്മൾ ആരും ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കാറില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ തിരഞ്ഞെടുക്കുവാൻ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ.